കരിമ്പന നടൽ മഹോത്സവത്തിനു തുടക്കമായി. കേട്ടറിവുകളും നാട്ടറിവുകളും ഉപയോഗിച്ച് കരിമ്പന സംരക്ഷിക്കാൻ യുവാക്കളും കുട്ടികളും മുന്നിട്ടിറങ്ങണമെന്നും സർക്കാരുകളെക്കൊണ്ട് മാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് സാധ്യമല്ലെന്നും പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഭദ്രകുമാർ BS അഭിപ്രായപ്പെട്ടു. കരിമ്പന സംരക്ഷണ കൂട്ടായ്മയായ കരിമ്പനക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ എലപ്പുള്ളി നെയ്തലയിൽ വെച്ച് നടന്ന കരിമ്പന നടൽ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹരിത ഡെവലപ്മെന്റ് അസോസിയേഷൻ ചെയർമാൻ ആറുമുഖൻ പത്തിച്ചിറ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലക്കകത്തും മറ്റു ജില്ലകളിലും കരിമ്പന നടൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പദ്ധതിയെ സംബന്ധിച്ച് നേച്ചർ ഗാർഡ്സ് ഇനിഷ്യേറ്റീവ് സെക്രട്ടറിയും കരിമ്പനക്കൂട്ടത്തിന്റെ ജനറൽ കൺവീനറുമായ യു നാരായണസ്വാമി വിശദീകരിച്ചു. കരിമ്പനയുടെ പാരിസ്ഥിതിക പ്രാധാന്യവും ഗുണങ്ങളും എന്ന വിഷയത്തിൽ 8ാം അറിവ് ജനറൽ സെക്രട്ടറി കെ ശരവണകുമാർ, ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ S ഗുരുവായൂരപ്പൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. തേനേരി ഗവൺമെന്റ് സ്കൂളിലെ നല്ലപാടം വിദ്യാർത്ഥികളും അധ്യാപകനായ ഫ്രാങ്ക് ആന്റണിയും കരിമ്പന നടൽ മഹോത്സവത്തിൽ പങ്കാളികളായി. പരിപാടിയുടെ ഭാഗമായി ഏകദേശം 200ഓളം കരിമ്പന വിത്തുകളാണ് നട്ടത്. കരിമ്പന വിത്ത് സംഘടിപ്പിച്ച രാമശ്ശേരി സെന്തിൽ ചെല്ലൻ, കെ ശരവണകുമാർ, S ഗുരുവായൂരപ്പൻ എന്നിവരെ യോഗം അഭിനന്ദിച്ചു. നല്ലഭൂമി ഫൗണ്ടേഷൻ ചെയർമാൻ കല്ലൂർ ശ്രീധരൻ, അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി അരുൺ നെല്ലിമേട്, വിവേക് നെല്ലിമേട്, മില്ലറ്റ് മിഷൻ സെക്രട്ടറി മനോമോഹനൻ, ITR ബാലസുബ്രഹ്മണ്യൻ, ഉല്ലാസ നെയ്തല, ധനേഷ് നെയ്തല, ആനന്ദ് ഗഞ്ചിക്കോട്, ഡോക്ടർ അലിന്ദ ആനന്ദ് എന്നിവർ സംസാരിച്ചു. കരിമ്പനക്കൂട്ടത്തിന്റെ ജനറൽ കൺവീനറുമായ യു നാരായണസ്വാമി സ്വാഗതവും നേച്ചർ ഗാർഡ്സ് ഇനിഷ്യേറ്റീവ് പ്രവർത്തക ജൂലി ജോയ് നന്ദിയും പറഞ്ഞു. നിങ്ങളുടെ നാട്ടിലും കരിമ്പന നടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മടിക്കേണ്ട, ഉടൻ വിളിക്കൂ. യു നാരായണസ്വാമി, ജനറൽ കൺവീനർ, കരിമ്പനക്കൂട്ടം, പാലക്കാട്. ഫോൺ നമ്പർ 7012259443. കരിമ്പനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ദക്ഷിണേഷ്യയിൽ ധാരാളമായി കാണപ്പെടുന്ന ഒറ്റത്തടി വൃക്ഷമാണ് കരിമ്പന. ബോറാസൂസ ഫ്ലാബില്ലിഫർ എന്നതാണ് ശാസ്ത്രീയനാമം. ഇത് പനവർഗത്തിൽ പെടുന്നു. ഇതിന്റെ തടിക്ക് സാമാന്യേന കറുപ്പുനിറമാണ്. നല്ല ഉയരത്തിൽ വളരാറുണ്ട്. ഇതിന്റെ ഇലകളെ പട്ടകൾ എന്നാണ് പറയുന്നത്. കരിമ്പനപ്പട്ടകൾ പുരമേയാൻ ധാരാളമായി ഉപയോഗിക്കുന്നു. ഈ പട്ടകൾ വെട്ടിയെടുത്ത് അവയിലെ ഈർക്കിലുകൾ മാറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന ഓലകളാണ് പണ്ടുകാലത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. 2.5-3 സെന്റിമീറ്റർ വീതിയിലും 30 സെന്റിമീറ്റർ വരെ നീളത്തിലും ഇവ അരികുകൾ വൃത്തിയാക്കി വെട്ടിയെടുത്ത് താളുകളായി അടുക്കിക്കെട്ടി ഉപയോഗിച്ചിരുന്നു. ഇവയിൽ എഴുത്താണികൊണ്ട് എഴുതപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങളെ താളിയോല ഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞുവരുന്നു. 1 മീറ്ററോളം നീളമുള്ള തണ്ടിന്റെ അറ്റത്താണ് പട്ടകൾ വിശറി പോലെ വിരിഞ്ഞു നിൽക്കുക. തണ്ടുകളുടെ ഉൾഭാഗത്ത് 2 വശങ്ങളിലും നിരയായി മുള്ളുകളുണ്ടായിരിക്കും. ഈ തണ്ടിന്റെ പുറത്തെ തൊലിഭാഗം നല്ല ബലമുള്ള നാരുകളുടെ ഒരു തലമാണ്. ഇതിനെ പാന്തകം എന്ന് വിളിക്കുന്നു. ഇത് പൊളിച്ചെടുത്ത് വൃത്തിയാക്കി പിരിച്ചെടുത്ത് വളരെയേറെ ബലമാവശ്യമുള്ള കയറുകൾ പോലും ഉണ്ടാക്കാറുണ്ട്. പാന്തകക്കയറുകൾക്ക് ഈർപ്പത്തെയും ജൈവപ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാൻ സാമാന്യമായ കഴിവുണ്ട്. ഇവ തന്നെയാൻ പുരമേയുമ്പോൾ പട്ടകൾ കെട്ടിയുറപ്പിക്കാനുള്ള നാരുകളായും ഉപയോഗിക്കുന്നത്. കരിമ്പനകളിൽ ആൺപനകളും പെൺപനകളും വെവ്വേറെയുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കരിമ്പനകൾ ചെത്തിക്കള്ളുണ്ടാക്കാറുണ്ട്. ആൺപനകളാണ് സാധാരണയായി ചെത്തുപനകളായി ഉപയോഗിക്കപ്പെടുന്നത്. കരിമ്പനക്കള്ളിൽ നിന്നാണ് പനഞ്ചക്കര ഉണ്ടാക്കുന്നത്. കരിമ്പനയുടെ കായാൺ പനനൊങ്ക്. ഇളനീർ പ്രായത്തിൽ ഇത് ഒരു നല്ല ദാഹശമനിയും പോഷകാഹാരവുമായി ഉപയോഗിക്കുന്നു. പനനൊങ്കുകൾ മണ്ണിൽ വീണ് മുളച്ച് ഇല വിരിയുന്നതിനു മുൻപേ അവ മണ്ണിനടിയിൽ നിന്നു പിഴുതെടുക്കുമ്പോൾ കിട്ടുന്ന പനങ്കൊമ്പും ഒരു നല്ല ആഹാരമാണ്.
മൂത്തുപഴുത്ത നൊങ്കുകൾ താഴെ വീഴുമ്പോൾ അവ ശേഖരിച്ച് മണ്ണടരുകൾ ഇടചേർത്തെടുക്കി മുളപ്പിച്ചെടുത്ത് ധാരാളം പനങ്കൂമ്പുകൾ വ്യാപാരാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പ്രായം ചെന്ന കരിമ്പനയുടെ തടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. പ്രായം ചെന്ന കരിമ്പനയുടെ തടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇതിന്റെ പറംപാളികളിൽ നല്ല ബലമുള്ള ആരുകൾ തടിയുടെ നീളത്തിന്റെ ദിശയിൽ ഉണ്ടായിരിക്കും. പുരപ്പണിയിൽ ഇതുകൊണ്ട് കഴുക്കോലുകളാണ് ഉണ്ടാക്കാറുള്ളത്. 10-12 ഇഞ്ചു വീതിയിൽ 8-10 അടി നീളമുള്ള പാളികളാക്കി എടുത്ത് കമഴ്ത്തിയിട്ട് ഇവ മുൻകാലങ്ങളിൽ കാലിത്തൊഴുത്തുകളുടെ നിലം ബലപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നു. പനനൊങ്കിനെ ഇളന്നൻ എന്നും പറയാറുണ്ട്. വളരെ അടുത്തടുത്ത് തിങ്ങിനിൽക്കുന്ന ഇതിന്റെ പട്ടകൾ കാറ്റിൽ തമ്മിലുരഞ്ഞ് ഏകാന്തതകളിൽ ഭയം ജനിപ്പിക്കുന്ന സ്വരം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാകാം കേരളത്തിലെ മിത്തുകളിൽ കരിമ്പനകൾ യക്ഷികളുടെ ആവാസസ്ഥാനങ്ങളാണ്. രാത്രികളിൽ ഒറ്റക്കു നടന്നുപോകുന്നവരെ സുന്ദരീവേഷം കെട്ടി മുറുക്കാൻ തരുമോ എന്നു ചോദിച്ച് വഴി തെറ്റിച്ചു പിടികൂടി അവർ കൊണ്ടുപോകാറുള്ളത് ഒറ്റപ്പനകളുടെ മുകളിലേക്കാണത്രേ. പിറ്റേന്നു രാവിലെ എല്ലും മുടിയും നഖങ്ങളും പനയുടെ ചുവട്ടിൽ നോക്കിയാൽ കിട്ടുമെന്ന് മുത്തശ്ശിക്കഥകൾ. സജിത വിവേക് പറയുന്നതൊന്ന് കേൾക്കൂ. പാലക്കാടൻ ചുരം കടന്നെത്തുന്ന കാറ്റുകളുടെ സീൽക്കാരത്തിന് പോലും കരിമ്പനയുടെ താളമുണ്ടായിരുന്നു. വളരെ അടുത്തടുത്ത് തിങ്ങിനിറഞ്ഞു നിൽക്കുന്ന കരിമ്പന പട്ടകൾ കാറ്റിലിളഞ്ഞു ഉണ്ടാവുന്ന ആ ഭയാനക ശബ്ദം പലപ്പോഴും മുത്തശ്ശി കഥകളിലെ പേടിപ്പെടുത്തുന്ന ഭാഗമായി മാറിയിട്ടുണ്ട്. വേനൽക്കാലമായാൽ ഓലപ്പുരകൾ മേയാൻ ഇതിലെ ഇലകൾ ഉപയോഗിക്കും. പട്ടകൾ എന്നാണ് പറയുക. ആദ്യകാലത്ത് ഓലപ്പുരകളായിരുന്നല്ലോ കൂടുതലും. കരിമ്പനകളിലാണും പെണ്ണുമുണ്ട്. പെൺപനകളിൽ ഉണ്ടാവുന്നതായാണ് പനനൊങ്ക്. ഇളനീർ നല്ലൊരു ദാഹശമനിയാണ്. ചൂടുകാലത്ത് ശരീരത്തെ തണുപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത്. നൊങ്ക് നല്ലൊരു പോഷകാഹാരവുമാണ്. ബാല്യത്തിലെ അവധിക്കാലം മിക്കപ്പോഴും ആസ്വാദകരമാക്കിയതിൽ കരിമ്പനകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. വീടുമേയുന്നതിനുള്ള ആവശ്യക്കാർ പട്ട വെട്ടാൻ വന്നാൽ ഇളനീർ വെട്ടിയിടും. കൊതിമൂത്തിരിക്കുന്ന കുട്ടികൾ ഉത്സാഹപൂർവ്വം കാത്തിരിക്കും. അതു വെട്ടിക്കഴിക്കാൻ. പനനൊങ്ക് മൂത്താൽ പണ്ടങ്ങ് എന്നാണ് പറയുക. അതിനും രുചിയുണ്ടാവും. അതിനുള്ളിലെ വിത്ത് കൊരണ്ടി എന്നറിയപ്പെടും. ഈ കൊരണ്ടിയെ മുളപ്പിച്ച് പൊങ്ങു രൂപത്തിലാക്കിയും കഴിക്കും. കൊരണ്ടിയെ മൺകൂനകളിൽ ഇട്ട് മുളപ്പിച്ച് കഴിക്കാറുമുണ്ട്. പനകൂമ്പ് പുഴുങ്ങി കഴിക്കാറാണ് പതിവ്.
അതുകൂടാതെ അവരൊഴിവാക്കിയിടുന്ന പട്ടകൾ കൊണ്ട് മനോഹരമായ വീടുകളുണ്ടാക്കി കളിക്കും. ഓല മേഞ്ഞ വീടുകൾക്കുള്ളിൽ നല്ല തണുപ്പുണ്ടായിരിക്കും. ഈ പട്ടകളിലെ ഈർക്കിളുകൾ മാറ്റിയെടുക്കുന്ന ഓലകളാണ് എഴുത്താണി ഉപയോഗിച്ചു എഴുതപ്പെട്ടിരുന്ന നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങൾ. കാർഷിക ആവശ്യങ്ങൾക്കുപയോഗിക്കുന്ന വട്ടി, മുറം എന്നിവയും ഓലകൊണ്ടുള്ള പായകളും പട്ടകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നു. പ്ലാസ്റ്റിക് വിപണി കൈയടക്കിയപ്പോൾ ഇതൊക്കെ വിപണി നഷ്ടപ്പെട്ടുപോയി. പട്ടയുടെ ഒപ്പമുള്ള തണ്ടിനെ മുള്ളുപോലുള്ള ഭാഗത്തെ കരിക്കെന്നും വഴുകയെന്നും പറഞ്ഞിരുന്നു. അതിൽ നിന്നും ഉണ്ടാക്കുന്ന നാരുകൾ വേലികെട്ടുന്നതിന് ഉപയോഗിച്ചിരുന്നു. വീട് മേയുമ്പോൾ ഓലകളെ കൂട്ടികെട്ടുന്നതിനും ഈ ബലമുള്ള നാരുകൾ ഉപയോഗിച്ചിരുന്നു. പ്രായം ചെന്ന കരിമ്പനയുടെ തടിയും പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. ഓലപ്പുര വീടുകളിലും ഓട്ടുപുര വീടുകളിലും കഴുക്കോലുകളായി ഉപയോഗിച്ചിരുന്നു. മൂത്ത പ്രായമായ പന മുറിച്ച് പിളർന്ന് ഉള്ളിലെ ഇളങ്കാമ്പ് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് ഉണക്കിയതാണ് പനനൂറ്. നനുത്ത പൊടി രൂപത്തിലാണ് പനനൂറ് ഉണ്ടാക്കി സൂക്ഷിക്കുക. അന്നജം അടങ്ങിയ ഒരു ഭക്ഷണപദാർത്ഥമാണ്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ തണ്ടാൻ, തീയ സമുദായത്തിൽപ്പെട്ടവരുടെ കുലത്തൊഴിലായിരുന്നു ഒരു കാലത്ത് കള്ളുചെത്തൽ. പനയുടെ പൂക്കുലയിലോ തടിയിലോ മുറിപ്പാടുണ്ടാക്കിയിട്ടാണ് കള്ളു ശേഖരിക്കുക. ഇങ്ങനെ ശേഖരിക്കുന്ന ഇളങ്കള്ള് മധുരിക്കുന്നതും നിർവീര്യവുമായിരിക്കും നീര എന്നറിയപ്പെടുന്നു. പുളിക്കാത്ത കള്ള് മറ്റേതൊരു ലഘുപാനീയത്തെക്കാളും ശ്രേഷ്ഠവും കുഞ്ഞുങ്ങൾക്ക് പോലും ടോണിക്കിന്റെ രൂപത്തിൽ കൊടുക്കാൻ കഴിയുന്നതുമാണ്. പുളിച്ച കള്ളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ അളവ് സാധാരണ ലഭിക്കുന്ന ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോളിന്റെ അളവിലും കുറവാണ്. കള്ളപ്പം ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കും. പനയിൽ നിന്നും ലഭിക്കുന്ന നീര എന്ന ദ്രാവകം കുറുക്കിയുണ്ടാക്കുന്ന മധുരമുള്ള ഭക്ഷ്യവസ്തുവാണ് ചക്കര. കരിമ്പനയിൽ നിന്നെടുക്കുന്നതിനാൽ കരിപ്പെട്ടി എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ചായയിലും കാപ്പിയിലും മധുരത്തിനായി ചക്കര ഉപയോഗിക്കുന്നവരുമുണ്ട്. പാലക്കാടുള്ള ടിപ്പു സുൽത്താൻ കോട്ടയുമായി ഒരു കഥയുണ്ട് കരിമ്പനകൾക്ക്. ബ്രിട്ടീഷുകാരുമായുണ്ടായ പടയോട്ടകാലത്തു ആയുധം കുറവുണ്ടായപ്പോൾ കരിമ്പനകളിൽ കരിതേച്ചു കോട്ടയ്ക്കു ചുറ്റും ചരിച്ചുവെച്ചുവെന്നും ദൂരെ നിന്നും കാണുന്ന ബ്രിട്ടീഷ് പടയാളികൾ പീരങ്കികളാണെന്നു തെറ്റിദ്ധരിച്ചോടി രക്ഷപ്പെട്ടുവെന്നും പഴമക്കാർ പറയാറുണ്ട്. മാറുന്ന നമ്മുടെ ജീവിതരീതികൾ, ഓല വീടുകളിൽ നിന്നും പുതിയ രീതിയിലുള്ള വീടുകളിലേക്കുള്ള മാറ്റം, ഇവയൊക്കെ കാരണമാവാം കരിമ്പനകൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവയുടെ ഓരോ ഭാഗത്തെയും ഉപയോഗത്തെയും നല്ലതുപോലെ മനസ്സിലാക്കിയാൽ വീട്ടിൽ ഒരു പനയെങ്കിലും നട്ടുവളർത്തും എന്നതിൽ സംശയമില്ല. യക്ഷികഥകളൊക്കെ മൺമറഞ്ഞുപോയെങ്കിലും നട്ടുച്ചക്കുണ്ടാവുന്ന ചൂളം കുത്തുന്ന കാറ്റിൽ കരിമ്പനയുടെ ഭയാനക ശബ്ദം പലപ്പോഴും ഓർമ്മകളിൽ ഒഴുകിവരുന്നുണ്ട്.